അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA അറബിക്, അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി, യൂണിറ്റ് 4, ഖസീദത്തു അർമിലത്തുൽ മുർദിഅ. അർമിലത്തുൽ മുർദിഅ എന്ന കവിത മഅറൂഫ് റുസ്സാഫിയുടെ. معروف الرصافي أرانا يعتبر الشاعر العراقي معروف الرصافي واحد من أشهر الشعراء والكتاب العرب الذين شاركوا في ترسيخ قواعد الفكر الحضاري الحديث. അദ്ദേഹം പ്രസിദ്ധനായ ഒരു കവിയാണ്, അറേബ്യൻ എഴുത്തുകാരിൽപ്പെട്ട വ്യക്തിയാണ്. അങ്ങനത്തെ എഴുത്തുകാർ الذين شاركوا في ترسيخ قواعد الفكر الحضاري الحديث, ആധുനിക നാഗരികത എന്ന ചിന്തയുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള അറേബ്യൻ എഴുത്തുകാർ, കവികൾ. അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു ഇറാഖി കവി കൂടിയാണ് മഅറൂഫ് റുസ്സാഫി. ഹൈസു തറക്ക വറാഅഹു ഇർസൻ അദീമൻ, ധാരാളം ഇർസുകളെ അനന്തരമായി ബാക്കി വെച്ച, അങ്ങനെ ശേഷിപ്പുകൾ ബാക്കി വെച്ച് പോയ വ്യക്തിയാണ് അദ്ദേഹം. തനവ്വഅ ബൈന അൻ-നസ്രി വശിഅരി വല്ലുഗ വൽ അദബി അമ്മ. അദ്ദേഹം ബാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നസ്റുണ്ട്, ഷിഅറുണ്ട്, ലുഗണ്ട്, അതേപോലെ സാഹിത്യങ്ങളുണ്ട്. വഖദ് അഹ്ലഹു ഹാദൽ ഇർസു ഇളാഫതൻ ഇല തജാറുബിൽ ഹയാത്തിയ അല്ലതി ഇക്തസബഹ അസ്നാ മറൂറിഹി ബിൽ അദീദ് മിനൽ ബുൽദാൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശേഷിപ്പുകളും അതേപോലെ തന്നെ അദ്ദേഹം വ്യത്യസ്ത നാടുകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ നേടിയെടുത്ത ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ അഹ്ലഹു, അദ്ദേഹത്തെ പ്രാപ്തനാക്കി. എന്തിന്? لأن يكون خير من يقود راية الإصلاح والتجديد بين كتاب وشعراء أصله. തൻ്റെ കാലഘട്ടത്തിലെ കവികൾക്കും എഴുത്തുകാർക്കും ഇടയിൽ നവോത്ഥാനത്തിൻ്റെ അതേപോലെ തന്നെ പുരോഗതിയുടെ റായത്ത്, പതാക എന്തെന്ന അതുമായി നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉന്നതനാക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. وقد أجاد الرصافي من خلال أشعاره التي كانت متميزة بالشكل والمضمون من وصف مظاهر الحياة التي عاشها شعبه. റുസ്സാഫി തൻ്റെ കവിതകളിൽ ഒരുപാട് ജദീദുകൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹം അതിൻ്റെ കവിത എന്ന് പറഞ്ഞാൽ മുതമയ്യിസ ബിശ്ശക്രി വൽ മദ്മൂൻ, അത് കണ്ടന്റ് കൊണ്ടും രൂപം കൊണ്ടും എല്ലാം തന്നെ വ്യതിരിക്തമാണ്. മിൻ വസ്ഫി മളാഹിറിൽ ഹയാത്ത്, ജീവിതത്തെ വർണ്ണിക്കുന്ന കാര്യത്തിൽ. അല്ലത്തി ആശഹ ശഅബുഹു, അദ്ദേഹത്തിൻ്റെ ജനത ജീവിച്ചിട്ടുള്ള ജീവിതം, അതിൽ അദ്ദേഹം വർണ്ണിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ കണ്ടന്റിലും അതേപോലെ രൂപത്തിലൊക്കെ വ്യതിരിക്തത നിൽക്കുന്ന ആ രൂപത്തിൽ ജയ്യിദുകൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. وبرع في نقل الأحداث التي مر بها عصره. അദ്ദേഹത്തിൻ്റെ കാലം, അദ്ദേഹം ജീവിച്ച കാലഘട്ടങ്ങളിൽ കടന്നുപോയ എല്ലാ സംഭവങ്ങളെയും അത് കൈമാറ്റം ചെയ്യുന്നതിൽ നിപുണനായിരുന്നു അദ്ദേഹം. സവഅനക്കാൻതു ഇജ്തിമാഇയ്യം സിയാസിയ, സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ്, ചിലതാകട്ടെ സാമൂഹിക വിഷയങ്ങളാണ്. وقد امتازت هذه الأشعار بالسلاسل وظهر فيها اهتمام الشاعر بالقوافي الموسيقية وبصياغة الألفاظ. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ അതൊരു ശ്രേണിയാണ്, ആ നിലക്കത് വ്യതിരിക്തമാണ്. അതിൽ കാഫിയകൾ, മ്യൂസിക്കൽ കാഫിയകൾ കൊണ്ടും അതേപോലെ ലഫ്ളുകളുടെ കോർത്തെടുക്കുന്ന വിഷയത്തിലെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം കൊടുത്ത നിലക്കാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത്. ഇക്തസബ റുസ്സാഫി ശുഹറത്തൻ വാസിഅതൻ ബലഗത്തിൽ ആഫാഖ ബിഫദ്ലിൽ ഖസായിദ് വൽ അശ്ആർ അല്ലതി നദമഹ. റുസ്സാഫി താൻ എഴുതിയിട്ടുള്ള കവിതകൾ കൊണ്ട് ചക്രവാളങ്ങളെത്തുമാറും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ലോകത്ത് വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ കവിതയുടെ ഏതെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കവിതകൾ എഴുതി, ഒന്നും തന്നെ അദ്ദേഹം വിട്ടയച്ചിട്ടില്ല. ഈ മേഖലയിലൊക്കെ അദ്ദേഹം കവിതകൾ എഴുതി. മദഹ് പ്രശംസിച്ച് പാടുന്ന, ഫഖ്ർ പൊങ്ങച്ചം പാടുന്ന, റിസാ അനുശോചനം പാടുന്ന, ഗസ്ൽ പ്രണയം ശൃംഗാരം പാടുന്ന, ഹിജാ ആക്ഷേപം പാടുന്ന, ആ നിലക്കുള്ളൊക്കെ കവിതാ ലക്ഷ്യങ്ങളിലൊക്കെ അദ്ദേഹം കവിത എഴുതി. വഅസർ റുസ്സാഫി ഷാഇർ ജമീൽ സിദ്ദിഖി സുഹാവിയുടെ സമകാലികനാണ് അദ്ദേഹം. വതബാറ മഅഹു ഫിൽ ഹിജാഇ ഫതറത മിന സമൻ, ഒരു കാലഘട്ടത്തോളം അദ്ദേഹത്തോടൊപ്പം, സുഹാവിയോടൊപ്പം ഹിജാഇൻ്റെ വിഷയത്തിൽ മത്സരം കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ് റുസ്സാഫി. വസഅ റുസ്സാഫി അൽ മസ്ജ് ബൈനൽ ഇൽമി വൽ അദബ്, അറിവിനെയും സാഹിത്യത്തെയും അല്ലെങ്കിൽ വിജ്ഞാനത്തെയും സാഹിത്യത്തെയും കൂട്ടി കുഴക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. വഇലാ നശ്രി മക്തസബഹു മിൻ നദരിയാത്തിൻ വഉലൂമിൻ, അദ്ദേഹത്തിൻ്റെ തിയറികളും അതേപോലെ വിജ്ഞാനങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം നേടിയെടുത്തൊക്കെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലാകിന്നഹു ലം യൻജഹ് ഫി ദാലിക്, പക്ഷേ അതിൽ അദ്ദേഹം വിജയിച്ചില്ല. ഇല്ല അന്നഹു അജാദ തർഹൽ മവാദിഅ സിയാസിയ്യ അൽ ഇജ്തിമാഇയ്യ, എന്നിരുന്നാലും അദ്ദേഹം
രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നിടത്താണ് അദ്ദേഹം കൂടുതൽ ജയ്യിദായിട്ട് അവതരിപ്പിച്ചത്. വസവ്വറ ബിബറാഅത്തി മശാഹിദി ശഖാഇ വൽ ബുഅ്സി വഹാലാത്തിൽ ഫഖർ, സമൂഹത്തിലുള്ള ദാരിദ്ര്യവും ദുരിതവും പ്രയാസങ്ങളും ആ രംഗം വിവരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം നൈപുണ്യം നേടിയിട്ടുണ്ടായിരുന്നു. അല്ലത്തി കാന യുആനി മിൻഹൽ മുവാത്തിനുൽ അൽ ഇറാഖി, ഈ പ്രയാസങ്ങളൊക്കെ ഇറാഖിൻ ജനത പൗരന്മാർ അനുഭവിക്കുന്നതാണ്. അങ്ങനത്തെ ദാരിദ്ര്യം ദുരിതമൊക്കെ അവതരിപ്പിക്കുന്നിടത്ത് وكانت هذه الصور الشعرية مستمدة من عمق الواقع الاجتماعي البائس عن ذاك. ഈ സമൂഹത്തിൻ്റെ ചിത്രമെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ കവിതാ രൂപം എന്നുള്ളത് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിൽ നിന്നാണ് അദ്ദേഹം അതിന് കടഞ്ഞെടുത്തിട്ടുള്ളത്. വനബദൽ ജഹ്ലി ഫനാദ ബിത്തഗീരി വനബ്ദിൽ ജഹ്ലി വനശ്രിൽ ഇൽമി. അങ്ങനെ അദ്ദേഹം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മാറ്റങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടി. ജഹ്ലിനെ ഇല്ലായ്മ ചെയ്യാനും അറിവിനെ വ്യാപിപ്പിക്കുവാനും, വമുനാസറത്തി ഖളായൽ മർഅ, സ്ത്രീ വിഷയങ്ങളെ സഹായിക്കുവാനും, വൽ ഖളാഇ അല തഅസ്സുബി തബഖി വൽ ദുൽമി, അക്രമാസക്തമായിട്ടുള്ള പക്ഷപാതത്തിനെതിരെയും, വ ഇൻസാഫി തബഖത്തിൽ ബാഇസ, ദുരിതമനുഭവിക്കുന്ന കാസ്റ്റുകളെ അവരോട് നീതി കാണിക്കണം എന്ന കാര്യത്തിന് വേണ്ടിയും. ഇതാണ് മഅറൂഫുർ സാഫി എന്ന് പറയുന്ന കവിയുടെ ഒരു ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം. ഇനി അൽ അർമിലത്തുൽ മുർദിഅ, മുലയൂട്ടുന്ന വിധവ. അർമില എന്ന് പറഞ്ഞ വിധവയാണ്. മുലയൂട്ടുന്ന വിധവ എന്ന് പറയുന്ന ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഒരു മനുഷ്യത്വം തുളുമ്പുന്ന വിഷയത്തെയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്ക് മനസ്സിലുണ്ടാകുന്ന വേദനയാണ് ഒരു വിധവയായ മുലയൂട്ടുന്നൊരു ഒരു സ്ത്രീയെ കാണുമ്പോൾ കവിക്കും അതേപോലെ അനുഭവപ്പെടുന്നു, കവി പറയാൻ ശ്രമിക്കുന്നു. അഥവാ ഭർത്താവ് മരിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പെണ്ണ്, അവൾ ഇന്നലെ വരെ സന്തോഷത്തോടു കൂടെ ജീവിച്ചെങ്കിൽ ഇന്ന് അവൾക്ക് യാതൊരു അവലംബവുമില്ല. അങ്ങനെ അവൾ വിധവയായിത്തീരുന്നു. സമൂഹം അവളെ ഒഴിവാക്കുന്നു. അവൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. എന്നാൽ അവളെ കൂടെ ചെറിയ കൈക്കുഞ്ഞും അവളെ കയ്യിലുണ്ട്. അവൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ കുഞ്ഞിനെ വളർത്തണം, കുഞ്ഞിൻ്റെ ഭക്ഷണം, അസുഖങ്ങൾക്കുള്ള പരിഹാരം, അവളുടെ തന്നെ ജീവിത പ്രതിസന്ധികൾ, സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ. ഇങ്ങനത്തെ ഒരു ഇറാഖിൻ ജനതയിലെ കൂട്ടത്തിലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ, പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ അവസ്ഥ, ഇതാണ് ഈ കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിത എന്താ നോക്കാം. ലഖീതുഹാ ലൈതനി മാ കുൻതു അൽഖാഹാ തംഷി വഖദ് അസ്ഖല ലിംലാഖു മംഷാഹാ. ലഖീതുഹാ, ഞാൻ അവളെ കണ്ടു. ലൈതനി മാ കുൻതു അൽഖാഹാ, ഞാൻ അവളെ കാണാതിരുന്നെങ്കിൽ. തംഷി, അവളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. വഖദ് അസ്ഖല ലിംലാഖു മംഷാഹാ, ദാരിദ്ര്യം അവളുടെ നടത്തത്തെപ്പോലും ഭാരിച്ചതാക്കിയിരിക്കുന്നു. അസ്വാബുഹാ റസ്സത്തുൻ വര്രിജുലു ഹാഫിയത്തുൻ, അവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ നുരുമ്പി വികൃതമായ രൂപത്തിലാണ്. റസ്സ, അവളുടെ കാലുകളാവട്ടെ ഹാഫിയ, നഗ്നമാണ്, നഗ്നപാതയാണ് അവൾ. വദ്ദംഉ തുദ്രിഫുഹു ഫിൽ ഖദ്ദി ഐനാഹ, അവളെ കണ്ണുകൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. തുദ്രിഫു, പൊഴിക്കുക, ഖദ്ദ് കവിൾത്തടം. ബക്കത് മിനൽ ഫഖ്രി ഫഹ്മറതു മദാമിഉഹ, ദാരിദ്ര്യത്താൽ അവൾ കരയുന്നുണ്ട്. അവളുടെ കണ്ണുനീർ തടങ്ങൾ ചുവന്ന് തുടിത്തിട്ടുണ്ട്. ബക്ക, കരഞ്ഞു. ഇഹ്മറ, ചുവക്ക. മദാമിഉ, കണ്ണുനീർ തടം. വസ്ഫറകൽ വറസി മിൻ ജൂഇ മുഹയ്യാഹ, അവൾ വിശപ്പു കാരണത്താൽ വറസ് ചെടിയെപ്പോലെ അവളുടെ മുഖം അത് വിവർണമായിട്ടുണ്ട്, അത് മഞ്ഞ നിറമായിട്ടുണ്ട്. ഇസ്ഫറ, മഞ്ഞ നിറക. വറസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ഒരു തരം ചുവപ്പിനോടടുത്തൊരു ചെടിക്കാണ് പറയാം. ജൂഇ, വിശപ്പ്. മുഹയ്യ, മുഖം. മതല്ലദീ കാന യഹ്മീഹ വയുസ്ഇദുഹ, അവൾക്കെല്ലാവിധ സന്തോഷങ്ങളും ഹാപ്പിനെസ്സും നൽകിയിരുന്ന. യുസ്ഇദു, ഹാപ്പിനെസ് നൽകുക. അതുപോലെ അവളെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ വ്യക്തി മരണപ്പെട്ടു പോയിരിക്കുന്നു. യഹ്മി, സംരക്ഷിക്കാം. ഫദ്ദഹ്റു മിൻ ബഅദിഹി ബിൽ ഫഖ്രി അഷ്ഖാഹ, കാലം, ഒരു നീണ്ട കാലത്തിനു ശേഷം അവളെ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിപ്പിച്ചിരിക്കുന്നു. ആ സആദത്ത് നിന്ന് ഷഖാവത്തിലേക്ക് അവളെ എത്തിച്ചിരിക്കുന്നു. ഫഖർ, ദാരിദ്ര്യം. വൽ മൗതു അഫ്ജഅഹ വൽ ഫഖ്റു ഔജഅഹ, മരണം അവളെ വേദനിപ്പിച്ചിരിക്കുന്നു, അവളെ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. ദാരിദ്ര്യമാകട്ടെ അവൾക്ക് വേദനകൾ സമ്മാനിച്ചിരിക്കുന്നു. വൽ ഹമ്മു അൻഹലഹ വൽ ഗമ്മു അദ്നാഹ, ദുഃഖം, ക്ലേശം അവളെ അൻഹല,
അവളെ ദുർബലയാക്കിയിരിക്കുന്നു, മെലിഞ്ഞതാക്കിയിരിക്കുന്നു. വൽഗമ്മു സങ്കടങ്ങളാവട്ടെ അദ്നാഹ അവൾക്ക് ഭാരമേറിയതാക്കിയിരിക്കുന്നു. ഫമൻദറുൽ ഹുസ്നി മശ്ഹൂദും ബിമൻദരിഹ ദുഃഖമെന്ന കാഴ്ച കാണുന്നത് അവളെ കാണുമ്പോഴാണ്. വൽബുഅ്സു മർആഹ മഖറൂനും ബിമർആഹ ദുരിതമെന്നതിൻ്റെ കാഴ്ച അവളിലേക്ക് ചേർന്ന് നിൽക്കുന്നു. ദുരിതത്തിനാൾ കാണണമെങ്കിൽ ദുരിതത്തിൻ്റെ കണ്ണാടി അത് അവളായി മാറിയിട്ടുണ്ട്. മർആന കാണുന്നത്, ദുരിതത്തെ കാണുന്നത് അവളുമായി കാണുന്നിടത്താണ്. തംഷി വതഹ്മിലു ബിൽ യുസ്റാ വലീദതഹ ഹംലൻ അല സ്വദ്രി മദ്ഊമൻ ബിയുംനാഹ തംഷി അവൾ നടക്കുക തന്നെയാണ്. വതഹ്മിലു ബിൽ യുസ്രി വലീദതഹ ഇടതു കൈ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ അവൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഹംലൻ അല സ്വദ്രി മദ്ഊമൻ ബിയുംനാഹ നെഞ്ചോട് ചേർത്ത് വലത് കൈ കൊണ്ട് അതിനെ പിടിച്ചിട്ടുണ്ട് ആ കുട്ടിയെ. മാ അൻസല അൻസ അന്നി കുൻതു അസ്മഉഹ അവളിൽ നിന്ന് ഞാൻ പലതും കേൾക്കുന്നു, ഞാൻ അവളിൽ നിന്ന് കേട്ടതൊന്നും മറക്കാൻ കഴിയില്ല. തഷ്കൂ ഇലാ റബ്ബിഹ ഔസാബ ദുന്യഹ അവൾ റബ്ബിനോട് അവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദുനിയാവിൽ അവളുടെ വേദനകൾ. തഖൂൽ അവൾ പറയുന്നുണ്ട്, യാ റബ്ബു ലാ തത്റുക് ബിലാ ലബനിൻ റബ്ബേ എൻ്റെ മാറിടത്തിൽ പാലില്ലാത്ത അവസ്ഥ നീ ഉണ്ടാക്കല്ലേ. ഹദിർ റദീഅത വർഹംനി വ ഇയ്യാഹ ഈ കൈക്കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള പാൽ എൻ്റെ മാറിടത്തിൽ നീ നൽകണമേ, എനിക്കും ഈ കുഞ്ഞിനും നീ റഹ്മത്ത് ചൊരിയണമേ. യകാദു യൻഖദ്ദു ഖൽബി ഹീന അൻദറുഹ ഞാൻ ആ കാഴ്ച കാണുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു. അങ്ങനെ നുറുങ്ങിപ്പോകാറായിട്ടുണ്ട്. ഖദ്ദ മുറിഞ്ഞു പോവാറ്. തബ്കി വതഫ്തഹു ലി മിൻ ജൂഇഹ ഫാഹ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെനിക്കു നേരെ അവളുടെ വായ തുറക്കുന്നുണ്ട് അവൾക്ക് വിശപ്പു കാരണത്താൽ. തബ്കി ലിതഷ്കൂ മിൻ ദാഇൻ അലമ്മ ബിഹ അവൾക്ക് ബാധിച്ചിട്ടുള്ള അസുഖത്താൽ അവൾ ആവലാതി പറയുന്നുണ്ട്, കരയുന്നുണ്ട്. വലസ്തു അഫ്ഹമു മിൻഹ കുൻഹ ശിക്വാഹ അവളുടെ ആവലാതിയുടെ യാഥാർത്ഥ്യം, അതിൻ്റെ കഴമ്പ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത പോലെ. ലൗകാന ഫിന്നാസി ഇൻസാഫൻ വമർഹമത്തുൻ ആളുകൾക്കിടയിൽ നീതിയും റഹ്മത്തും ഉണ്ടായിരുന്നുവെങ്കിൽ ലം തഷ്കു അർമിലത്തുൻ വൻകൻ ബിദുന്യാഹ ഒരു വിധവയും ഈ ദുനിയാവിൻ്റെ കുടുസതയിൽ ആവലാതി പറയുമായിരുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് അവൾ ആവലാതി പറയുന്നത് എന്ന് അതിൻ്റെ കുൻഹ് എനിക്ക് മനസ്സിലാവണമെന്നില്ല എന്നാണ്. കാരണം നാട്ടുകാർ അവളെ ഏറ്റെടുക്കണമല്ലോ, ആരെങ്കിലും അവളെ ഏറ്റെടുക്കണമല്ലോ, അവൾക്ക് വിശക്കാൻ പാടില്ലല്ലോ, അതെല്ലാം സമൂഹത്തിൻ്റെ കടമയാണല്ലോ. പക്ഷേ അവരെന്താണത് ചെയ്യാത്തത്? അതുകൊണ്ടാണ് കവി പറഞ്ഞത് വല്ലസ്തു അഫ്ഹമു മിൻഹ കുൻഹ ശിക്വാഹ തൊട്ട് മുകളിലെ വരിയിൽ പറഞ്ഞത് അവളുടെ ആവലാതിയുടെ ആ ഒരു ഹഖീഖത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. ബുക്കിൽ നൽകിയിട്ടുള്ള ഷർഹ് അശ്ശാഇർ യുഅബ്ബിറു ഫി ഹാദിഹിൽ ഖസീദ അൻ മൗദൂഇൻ ഇൻസാനിയ്യിൻ يتجلى في حديثه عن معاناة المرأة التي يتوفى زوجها في المجتمعات العربية. കവി ഇവിടെ പറയുന്നത് ഒരു മൗദൂ ഇൻസാനി മാനുഷിക വിഷയത്തെക്കുറിച്ചാണ്. മാനുഷിക വിഷയം എന്ന് പറഞ്ഞാൽ ആ കവിയുടെ സംസാരത്തിലുള്ളത് മുആനാത്തുൽ മർഅ ഒരു സ്ത്രീയുടെ ദുരിതത്തെ പറ്റിയാണ് കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീ ആരാണ്? യതവഫ സൗജുഹാ ഫിൽ മുജ്തമഅത്തിൽ അറബിയ്യ അറേബ്യൻ സമൂഹത്തിൽപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട പെണ്ണാണ് അവൾ. വകൈഫ യൻഖലിബു ഹാലുഹാ ഇലാ ഫഖ്റിൻ മുദഖിൻ എങ്ങനെയാണ് ആ പെണ്ണ് അവളുടെ അവസ്ഥയിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയത്? അതും സമൂഹം അവളെങ്ങനെ കൈയൊഴിഞ്ഞത്, അവരെങ്ങനെ ഒഴിവാക്കിയത്? അപ്പോഴതാ അവൾ ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് മാറുന്നു. വൽ ഹുസ്നി ദുഃഖത്തിൻ്റെ, അലാ സൗജിഹൽ മുതവഫ മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിനെ ഓർത്ത്, വഅല ഹാലതിഹി അല്ലതി ആലത ഇലൈഹ അവൾക്ക് വന്നെത്തിയിട്ടുള്ള ഈ അവസ്ഥയെ ഓർത്ത്. ومن ثم نجد الشاعر ഇവിടെ നമുക്ക് കവിയെ കാണാം യതഹദ്ദസു അൻ ഹാലി ഹാദിഹിൽ അർമില ഈ വിധവയുടെ അവസ്ഥ പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. വഹിയ തംലികു തിഫ്ലൻ റദീഅൻ അവളെ കയ്യിലാവട്ടെ ഒരു കൈക്കുഞ്ഞുമുണ്ട്. ഫഹാദിഹിൽ മർഅത്തു ഉസീബത്തി ബിമുസാബൈനി അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് രണ്ട് ദുരിതമാണ് അനുഭവിച്ചിട്ടുള്ളത്, ബാധിച്ചിട്ടുള്ളത്. ഫഹിയ അതേതൊക്കെയാണ്? ഫുഖിദത്തി സൗജു വൽ മുഈനു തൻ്റെ അവലംബം, തൻ്റെ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ നഷ്ടം. വഹിയൽ ആൻ മസ്ഊല രണ്ടാമത്തെ എന്താണ്? അവളിപ്പോൾ ഉത്തരവാദിത്തം ഉള്ളവളുമാണ്. അൻഹാദിഹിത്തിഫിൽ ഈ കുട്ടിയെപ്പറ്റി. മിൻ്റെ ആയത്തിൻ ആ കുട്ടിയെ സംരക്ഷിക്കണം, വൈറ്റാബിൻ ഭക്ഷണം കൊടുക്കണം, വൈലാജൻ ചികിത്സ കൊടുക്കണം. ഈ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കവി ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ കവി ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ക്ലേശത്തെ അവതരിപ്പിക്കുവാനാണ്.
തുആനിഹി അൽ മർഅത്തുൽ അറബിയ, ഇവിടെ ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ മാനുഷികമായ ദുഃഖമെന്ന് പറഞ്ഞാൽ അത് ഒരു അറേബ്യൻ പെണ്ണ് അനുഭവിക്കുന്ന മാനുഷിക ദുഃഖമാണ്. അല്ലത്തി തഫ്ഖുദു റജുലുഹ വസനദുഹ, അവളുടെ എല്ലാവിധ അവലംബവും അവളുടെ പുരുഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വശാഇറു യുഖദ്ദിമു ലനാ ഖസീദതഹു, കവി നമുക്കിവിടെ കവിത അവതരിപ്പിക്കുന്നു. വകഅന്നഹ ഖിസ്സത്തുൻ സർദിയ, ഇതൊരു കഥ പറയുന്ന രൂപത്തിലാണ് കവി അവതരിപ്പിക്കുന്നത്. യുഅബ്ബിറു ഫീഹാ അൻ മൗഖിഫിൻ ഹദസ മഅഹു, കവിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ. ലാക്കിൻ ബിസ്ബിഹ ശിഅരിയ, പക്ഷേ അതൊരു കവിത രൂപത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫശാഇർ യുഅല്ലിഫു അശ്ശിഅറ ലിയുഅബ്ബിറ മിൻ ഖിലാലിഹി, അവിടെ കവി കവിതയിലൂടെ ഒരു കാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്താണ്? ലിയുഅബ്ബിറ മിൻ ഖിലാലിഹി, ആ കവിതയിലൂടെ പറയാനുള്ള ശ്രമം നടത്തുകയാണ്. ഇലാ ദവാഖിൽ ഖാരിഇ ഫശാഇറു യുവദ്ദിഫു അശ്ശിഅറ, ഈ കവിതയെ കവി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലിയഅ്ബുറ മിൻ ഖിലാലിഹി, ഈ കവിതയിലൂടെ കടന്നു കയറാനാണ്. ഇലാ ദവാഖിലിൽ ഖാരിഇ, വായനക്കാരൻ്റെ അന്തരാളങ്ങളിലേക്ക്. ലിയുസീറഹു, ആ വായനക്കാരനെ ഇളക്കിവിടാൻ. വലിയുഹർരിക മശാഇറഹു, ആ വായനക്കാരൻ്റെ വികാരങ്ങളെ ചലിപ്പിക്കുവാൻ. തിജാഹ ഹാദിഹിൽ മർഅ, ഈ സ്ത്രീക്കു നേരെ. അല്ലത്തി തുആനി മിനൽ ഹിർമാനി വൽ ഫഖർ, ദാരിദ്ര്യവും ഇല്ലായ്മയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനു നേരെ. പിന്നെ അവിടെ ഉള്ളതൊക്കെ റീക്യാപ്പും ക്വസ്റ്റ്യൻസുമാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.